നമസ്കാരം. സമുദ്രത്തിനടിയിലുള്ള ദ്വാരക നഗരം സന്ദർശിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതുതായി നിർമ്മാണം പൂർത്തിയാക്കിയ സുദർശൻ സേതു തൂക്കുപാലത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ജാംനഗറിലെത്തിയതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിനുശേഷമാണ് അദ്ദേഹം ദ്വാരക നഗരം സന്ദർശിക്കുന്നതിന് വേണ്ടി കടലിനടിയിലേക്ക് പോയത്. ദ്വാരക നഗരം കണ്ടത് ദൈവിക അനുഭവമായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചിരിക്കുന്നത്. ദ്വാരക നഗരം കടലിനടിയിൽ സമുദ്രത്തിനടിയിൽ മുങ്ങി എന്നാണ് വിശ്വാസം. പാലം ഉദ്ഘാടനത്തിനെത്തിയ പ്രധാനമന്ത്രി മോദി ദ്വാരകാധി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് അദ്ദേഹം സമുദ്രത്തിനടിയിലുള്ള ഈ ദ്വാരക നഗരം സന്ദർശിച്ചിരിക്കുന്നത്. തീര സംരക്ഷണ സേനാ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ സുരക്ഷാ ഉപകരണങ്ങൾ ധരിച്ചായിരുന്നു മോദി ഈ ദ്വാരക നഗരം സന്ദർശിച്ചത്. ഇതിന്റെ ചിത്രങ്ങൾ, വളരെ ആകർഷകമായ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുമുണ്ട്. ഇന്ന് തനിക്കുണ്ടായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. സമുദ്രത്തിനടിയിലെ ദ്വാരക നഗരം സന്ദർശിക്കാൻ അവസരമുണ്ടായി. വെള്ളത്തിനടിയിലെ ദ്വാരക നഗരത്തെക്കുറിച്ച് പുരാവസ്തു ഗവേഷകർ പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഭംഗിയുള്ള കവാടങ്ങളും വലിയ കെട്ടിടങ്ങളുമുള്ള നഗരമാണ് ദ്വാരക എന്നാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിലും മറ്റുമുള്ളത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വന്തമായി നിർമ്മിച്ചതാണ് ഈ നഗരം എന്നുകൂടി അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ ചിത്രങ്ങൾ പങ്കുവച്ചതിനൊപ്പം കുറിച്ചിട്ടുണ്ട്. എന്തായാലും സമുദ്രത്തിനടിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞത് വലിയ അനുഭവമാണ് എന്ന് മോദി പറയുന്നുണ്ട്. തന്റെ വർഷങ്ങൾ നീണ്ട ആഗ്രഹമാണ് ഇപ്പോൾ സബലീകരിച്ചിരിക്കുന്നത് എന്നുകൂടി മോദി കൂട്ടിച്ചേർക്കുന്നു. എന്തായാലും ഇതിനു മുൻപ് അദ്ദേഹം ഇങ്ങനെ സമുദ്രത്തിനടിയിലൂടെ ഒരു സഞ്ചാരം നടത്തിയത് ലക്ഷദ്വീപിലായിരുന്നു. പക്ഷേ അത് സ്നോർക്ലിംഗ് ആയിരുന്നു. പൂർണ്ണമായും വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായുള്ള ഒരു ആക്ടിവിറ്റി മാത്രമായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതിൽ ആത്മീയതയുണ്ട്. ആത്മീയതയുമായി ബന്ധപ്പെട്ട ടൂറിസത്തിന് അവിടെ സാധ്യതകളുണ്ട്. എന്തായാലും ലക്ഷദ്വീപ് സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ മാലിദ്വീപിലെ നയതന്ത്രം പുറത്തായിരുന്നു. അത് മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കുകയും ചെയ്തിരുന്നു. ഇനി എന്തായാലും ദ്വാരകയിലേക്ക് ഭക്തി ടൂറിസത്തിന് സാധ്യതകൾ ഏറുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മോദി എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം സെറ്റ് ചെയ്ത് വെക്കുന്നത് പലപ്പോഴും മറ്റുള്ളവർക്ക് പിന്തുടരാനുള്ള ചില കാരണങ്ങൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ കാര്യങ്ങൾ തന്നെയായിരിക്കും. മോദിയിലൂടെ ഈ സമുദ്രത്തിനടിയിലെ ദ്വാരക നഗരം ഇപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്കുണ്ടാകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.